ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കുറേയധികം കസ്റ്റമേഴ്സും അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസ് കാണുന്ന വ്യൂവേഴ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാമ്പൂവിൻ്റെ വീഡിയോസ് ചെയ്യുമോ എന്നൊക്കെ ഉള്ളത് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണേലും എനിക്ക് കഴിഞ്ഞ ദിവസം കുറച്ച് ഷാമ്പൂവിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണല്ലോ അതിൻ്റെ ഒരു അത് ചെയ്തപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങളുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്, സോപ്പിലോ മറ്റെന്തെങ്കിലും സാധനങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഇവിടെ നമ്പർ കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. അപ്പം ഞാനിവിടെ 1/4 കിലോ ബേസ് എടുക്കുന്നുണ്ട്. അതായത് 250 ഗ്രാം ഷാമ്പൂവിൻ്റെ ബേസ്. സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ ബേസ് ആണ് യൂസ് ചെയ്യുന്നത്. സൾഫേറ്റ് ഉള്ള ഷാമ്പൂ ബേസ് അല്ല കേട്ടോ. അപ്പം 2 ടൈപ്പിലെ ബേസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടെ ക്യാഷ് അനുസരിച്ച് നിങ്ങൾ വാങ്ങിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ഈ ഒരു ബേസിലേക്ക് നമുക്ക് ചേർക്കേണ്ട സാധനങ്ങൾ, കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ കസ്റ്റമർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടി കൊഴിച്ചിൽ അതുപോലെ തന്നെ താരൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഷാമ്പൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഒനിയനും ഷിക്കാക്കായും അതുപോലെ തന്നെ നീമും തുളസിയും അലോവേര അതിൻ്റെയൊക്കെ എക്സ്ട്രാക്റ്റുകളാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് DM വാട്ടറാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഈ ഒരു ബേസിലേക്ക് ഒഴിക്കണം. നമുക്ക് ഒരു 10 ml അതുപോലെ തന്നെ 5 ml 2.5 ml അങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് കണക്ക് കൂട്ടിയിട്ട് നമുക്ക് ഈ ഒരു ഷിക്കാക്കായും എല്ലാം കൂടെ ഈ എടുക്കുന്ന എല്ലാ എക്സ്ട്രാക്റ്റും കൂടെ കാക്കിലേക്കൊരു 20 ഗ്രാമോളം ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഈ എല്ലാ സാധനങ്ങളും മെഷർ ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 1/4 കിലോയുടെയൊക്കെ ഒരു മെഷർമെൻ്റ് ആണ് കേട്ടോ പറയണത്. 1/4 കിലോ ചെയ്യുമ്പോഴത്തേനും അത്രയും സാധനങ്ങൾ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിനി DM വാട്ടറും കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഇത്രയും DM വാട്ടർ 1/4 കിലോയ്ക്ക് ഒരു 150 ml DM വാട്ടർ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇത് നല്ല ടൈറ്റ് ഫോം ആകാൻ വേണ്ടിയിട്ട് ഇത് ടൈറ്റ് ഫോമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കിതെല്ലാം കൂടി ഇതിലേക്ക് മിക്സ് ആയി കിട്ടണമെങ്കിൽ കുറേ നേരം ഇത് ഇളക്കേണ്ടി വരും. അപ്പോൾ പതയൊക്കെ ഇങ്ങനെ വരും, അതൊന്നും കുഴപ്പമില്ല. പത ഇങ്ങനെ വന്നിട്ട് നമ്മളിത് വെച്ച് കുറേ നേരം മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ അത് ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് കഴിയുമ്പോൾ ആ പതയൊക്കെ പൊക്കോളും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വൈറ്റമിനിയുടെ ടാബ്ലറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വൈറ്റമിനിയുടെ ഓയിൽ ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ടീ ട്രീയുടെ ഓയിൽ ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടും. ആ വൈറ്റമിൻ ഇച്ചിരി ഒഴിച്ച് കഴിയുമ്പോഴത്തേനും അതിലൊരു കളർ വ്യത്യാസം ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് കളർ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കളർ തന്നെ തിരഞ്ഞെടുത്ത് ചെയ്യുക. അതുപോലെ തന്നെ പല ആൾക്കാരും ഇതുപോലെ നിങ്ങൾ ഷാമ്പൂലും ഫേസ് വാഷിലും ഒക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അരച്ച് കുറുക്കി ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. അതായത് അരച്ചിട്ട് നേരിട്ട് ഇങ്ങനെ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാതിരിക്കുക. എക്സ്ട്രാക്ട് തന്നെ വെച്ചിട്ട് ചെയ്യുക കേട്ടോ. കാരണം ഇതിൽ ഫംഗസ്, അതായത് നേരിട്ട് നമ്മൾ അരച്ച് ഇതിൽ ചേർക്കുമ്പോൾ ഫംഗസ് ഒക്കെ വരാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതൊന്നും വെറുതെ എന്താണ് നമ്മളൊരു പ്രശ്നത്തിന് ഇതാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കഴിവതും ഇങ്ങനത്തെ ഉള്ള സാധനങ്ങൾ ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ എക്സ്ട്രാക്റ്റുകളൊക്കെ വെച്ചിട്ട് ചെയ്യുക കേട്ടോ, നാച്ചുറലായിട്ട്. അപ്പം ഇന്ന് ഞാൻ ഇതിനകത്തോട്ട് തുളസിയുടെ സ്മെല്ലാണ് ഇന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം തുളസിയുടെ ഒരു സോപ്പാകട്ടെ, തുളസിയുടെ ഒരു ഷാമ്പു ആകട്ടെ എന്ന് സ്മെല്ലൊക്കെ ഉള്ളൊരു ഷാമ്പു ആകട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണേലും ഞാൻ തുളസിയുടെ സ്മെല്ല് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഇതിൻ്റെ ഇതെന്ന് പറയുന്നത്, ഒരു ഫോം എന്ന് പറയുന്നത്. കാരണം നല്ല ടൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടി DM വാട്ടർ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ലൂസ് ആക്കാം. പക്ഷെ ഞാൻ ഈ ഒരു ഫോമിലാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് നോക്കുക കേട്ടോ. കയ്യിൽ ഇട്ടാൽ ഷാമ്പൂ ഈ ഒരു ലെവലിൽ വരുന്നുണ്ട്. ഇതുപോലെ കൊടുത്താൽ മതി. നമുക്ക് ഇനിയും കുറച്ചുകൂടി ടൈറ്റ് ഫോമിൽ വേണമെങ്കിൽ ഇച്ചിരി കൂടെ കട്ടി DM വാട്ടർ ഒഴിക്കുമ്പോൾ കട്ടി കുറച്ചാൽ മതി. അതായത് ഞാനിപ്പോൾ 150 ml ആണ് ഒഴിച്ചിട്ടുള്ളത് 250 ഗ്രാമിലേക്ക്. അപ്പം നിങ്ങൾക്കൊരു 100 ml ഒക്കെ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പം ആ ഒരു കറക്റ്റ് ഫോമിൽ നിങ്ങൾക്ക് കിട്ടും. ഇച്ചിരി കട്ടിക്ക് കിട്ടും. പക്ഷെ വേണ്ട, ഈ ഒരു ഫോമിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ മതി. കുറച്ച് എന്നാൽ കട്ടി ഉണ്ട് തന്നെ, എന്നാൽ കട്ടി കുറച്ച് ലൂസ് ടൈപ്പ് അങ്ങനെ. അപ്പോൾ പക്ഷെ നല്ല പതയാണ് ഇതിന്. നല്ലൊരു ഷാമ്പൂ ആണ് കേട്ടോ. യൂസ് ചെയ്തവരൊക്കെ അടിപൊളി
അടിപൊളി റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഇത് റബ്ബ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം, നമ്മളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ ഇത് നമ്മൾ സോപ്പ് ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യണത് അതുപോലെ തന്നെ നമുക്കിതും സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അടച്ചു വെച്ച് ഒരു 5 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് അടിപൊളി ഷാമ്പു കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലിയർ ആയിട്ടുള്ള ഷാമ്പു നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല കട്ടിയുണ്ട്, നല്ല സ്മെല്ലുമാണ്. അതായത് തുളസിയുടെ സ്മെല്ല് ചേർത്തപ്പോഴത്തേന് നല്ല അടിപൊളിയൊരു നല്ല പച്ച മണമാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലെ ഷാമ്പു ഉണ്ടാക്കി നിങ്ങൾക്ക് വിൽക്കാം. ഇനി നമുക്ക് നമ്മളുടെ മറ്റേ പച്ചക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ കിട്ടുകയില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഷാമ്പു കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും വീഡിയോ കണ്ടതിന് നന്ദി. അതുപോലെ തന്നെ നമ്മൾ സോപ്പ്, ഷാമ്പു, ഫേസ് വാഷ്, ലിപ് ബാം അതിൻ്റെയൊക്കെ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പഠിക്കാം. TFM അതുപോലെ തന്നെ pH ലെവൽ കറക്റ്റായിട്ടുള്ള ഫോർമുലേഷൻസ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പം എന്താണെങ്കിലും നിങ്ങൾക്കതൊരു വർത്തായിരിക്കും. കാരണം ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, ഇത് മുന്നോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കും പഠിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ 1 കിലോയ്ക്ക് 100 ഗ്രാം, അതായത് 100 ഗ്രാം ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ചെയ്യുന്നതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഫോർമുലേഷൻസ് പഠിച്ചിരിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് സോപ്പ് ബേസ്, ഷാമ്പു ബേസ്, അങ്ങനത്തെ ഫേസ് വാഷിൻ്റെ ബേസുകൾ, ഇതിൻ്റെയൊക്കെ സ്മെല്ലുകളും മോൾഡുകളും അതുപോലെ തന്നെ ഈ കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ടാക്കാനുള്ള ക്രീം, ജെല്ല്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. പൊടി ഐറ്റംസ്, അതായത് ഇതിനൊക്കെ ചേർക്കേണ്ട പൗഡേഴ്സും ജെല്ലുകളും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ലിപ് ബാമിൻ്റെ ബേസുകൾ. അപ്പം എന്താണെങ്കിലും നിങ്ങൾക്ക് അങ്ങനത്തെ സാധനങ്ങൾ, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വേണമെന്ന്, കോസ്മെറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ എന്താണെങ്കിലും എത്തിച്ചു തരുന്നതായിരിക്കും.